പോഡ്കാസ്റ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. 2018-19 വർഷത്തെ ഭീകരമായ പ്രളയത്തിൻ്റെ ഓർമ്മയും നൊമ്പരവും നാം മറന്നു കാണില്ല. ഭൂമി അതിൻ്റെ ആവാസ വ്യവസ്ഥ തിരിച്ചു പിടിക്കുന്ന കാഴ്ച കൂടിയായിരുന്നു അത്. മനുഷ്യൻ്റെ അതിര് കടന്നുള്ള ഭൂമിക്ക് മേലുള്ള കയ്യേറ്റം ആ പ്രളയത്തിന് ഒരു കാരണമായിരുന്നു. പ്രകൃതി ചൂഷണങ്ങൾക്ക് എതിരെ പോരാടേണ്ട സമയം അടുത്തിരിക്കുകയാണ്. അത്തരമൊരു പോരാട്ടത്തിൻ്റെ കഥ പറയുകയാണ് വർത്തമാന കേരളം ഇന്ന്. തൃശ്ശൂരിലെ പുഴക്കരയിലെ ലുലുവിൻ്റെ ഭൂമി തരം മാറ്റിയ RDOയുടെ ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് സമാനമായ മറ്റൊരു വാർത്ത പാലായ്ക്കടുത്ത് മീനച്ചിൽ താലൂക്കിൽ പാല മുനിസിപ്പൽ പ്രദേശത്ത് മുനിസിപ്പൽ കൃഷിഭവന്റെ പരിധിയിൽ 2024 ഫെബ്രുവരിയിൽ നിലം സ്വഭാവ വ്യതിയാനം വരുത്തി മണ്ണിട്ട് നികത്തൽ നടന്നത്. സമാനമായ ഈ കേസിലും പരാതിക്കാരൻ ഒരു CPI കാരനാണ്. CPI കരൂർ ലോക്കൽ സെക്രട്ടറി KB സന്തോഷാണ് പരാതിക്കാരൻ. എന്നാൽ ഇദ്ദേഹവും സ്വതന്ത്രമായാണ് കേസ് നടത്തുന്നത്. മീനച്ചിൽ താലൂക്കിന്റെ പല പ്രദേശത്തും RDO, വില്ലേജ് ഓഫീസേഴ്സ് എന്നീ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ 2008 വയൽ തണ്ണീർത്തട നിയമങ്ങൾ കാറ്റിൽ പറത്തി മണ്ണിട്ട് നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. 2018 വെള്ളപ്പൊക്കത്തിൽ പാലായുടെ പല പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീതിയിൽ അകപ്പെട്ടിരുന്നു. അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും ടൗൺ പ്ലാനിങ്ങും പാടശേഖരങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തിയതും സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതുമാണ് പാലായിലും സമീപ പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മീനച്ചിൽ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മുണ്ടുപാലം സെമിനാരി പടിക്ക് സമീപം ഏകദേശം 2.5 ഏക്കർ സ്ഥലത്ത് ഭൂമാഫിയ ആയിരക്കണക്കിന് ലോഡ് വലിയ ടോറസിന് മണ്ണിട്ട് നികത്തുന്ന ശ്രദ്ധയിൽപ്പെടുകയും അത് അധികാരികളെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഭൂമാഫിയ മണ്ണിട്ട് നികത്തുന്നത് നിർബാധം തുടരുകയും ചെയ്തു. കൂടുതലായി അന്വേഷിച്ചപ്പോൾ പാലാ മുനിസിപ്പൽ പ്രദേശത്ത് 2 അനധികൃത നിലനികത്തൽ കൂടി ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് മുണ്ടുപാലത്ത് മാർക്കറ്റിനോട് ചേർന്നുള്ള തടിമിലിന് സമീപം ലാളം തോടിൻ്റെ തണ്ണീർത്തടവും, രണ്ടാമത്തത് പുലിയന്നൂർ വില്ലേജിൽ PWD റെസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള നെൽപ്പാടം എന്നിവ അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ഥലങ്ങൾ എല്ലാം തന്നെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലങ്ങളാണെന്ന് വിവരാവകാശ നിയമപ്രകാരം മനസ്സിലാക്കി. 2025 ഏറ്റവും നല്ല കരൂർ പഞ്ചായത്തിൻ്റെ കർഷകർ അവാർഡ് കിട്ടിയ സന്തോഷം നമ്മുടെ കൂടെയുണ്ട്. ഈ പോരാട്ടങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് നയിച്ചിരിക്കുന്ന സന്തോഷമാണ്. സന്തോഷിനോട് ചോദിക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ കർഷക വൃത്തിയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് സന്തോഷം നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഞാൻ 2010 മുതൽ നെൽകൃഷി തുടങ്ങിയൊരു കർഷകനാണ്. ഞാൻ നെൽകൃഷിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കുടിവെള്ള ക്ഷാമം മൂലമാണ് നെൽകൃഷിയിലേക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണം. ഞങ്ങൾ കൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ സമീപമാണ് ഏതാണ്ട് കരൂർ പഞ്ചായത്തിലെ പകുതിയിലേറെ വരുന്ന വാർഡുകളിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ നെൽകൃഷി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെ നല്ല രീതിയിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ തുടങ്ങുന്ന ഈ 62 സെൻറ്റ് സ്ഥലത്ത് നെൽകൃഷി ചെയ്തപ്പോൾ വളരെ കുറച്ച് ജലം മാത്രമേ നമുക്ക് എത്തിച്ച് കൊടുക്കാൻ കുടിവെള്ള പദ്ധതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങളത് കുടിവെള്ളം എങ്ങനെ മുന്നോട്ട് ഇത് എല്ലാവർക്കും എന്നും കിട്ടത്തക്ക രീതിയിലുള്ള ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പം തരിശായി കിടക്കുന്ന മുഴുവൻ പാടങ്ങളും കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ജലം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങാൻ കാര്യം. ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ 62 സെൻറ്റിൽ നിന്ന് ഇപ്പം 10 ഏക്കർ സ്ഥലത്തോളം ഞങ്ങൾ ഇരിപ്പ് കൃഷിയാണ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല വിജയകരമായിട്ട് അത് മുന്നോട്ട് പോകുന്നതുമാണ്. സന്തോഷം. ഈ യുവജനങ്ങൾ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പലരും കൃഷി ലാഭകരമല്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. പക്ഷേ ധൈര്യപൂർവ്വം നിങ്ങളൊരു കൃഷി ഏറ്റെടുത്തു, നെൽകൃഷി തുടങ്ങി. ഇതല്ല മറ്റെന്തെങ്കിലും കൃഷി ഉണ്ടോ നിങ്ങൾക്ക്? അത് ഉൾപ്പെടുത്താം. ഞങ്ങൾ 2024 ജനുവരി മാസത്തിൽ കരിമ്പ് കൃഷി ആരംഭിച്ചു. അത് കരൂർ സർക്കര എന്ന പേരിൽ കഴിഞ്ഞ വർഷം നമുക്ക് വിപണിയിൽ ഇറക്കുവാനും സാധിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 24-ാം തീയതി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സഖാവ് P. പ്രസാദ് ആ ശർക്കരയുടെ ഉദ്ഘാടനം നടത്തുകയും കേരള അഗ്രോയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. മീനച്ചിൽ താലൂക്കിലും പരിസര പ്രദേശങ്ങളിലുള്ള അനധികൃതമായ നിലനിർത്തുന്നതിനെതിരെ താങ്കൾ നിരന്തരമായ പോരാട്ടത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെതിരെ വ്യത്യസ്തമായ പരാതികൾ കൊടുക്കുകയും അധികൃതരെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ?
2008 നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം 2008 മുമ്പ് പരിവർത്തനപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താവുള്ളതാണ് സർക്കാരിൻ്റെ ഓർഡർ. അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ മണ്ണ് മാഫിയയും സർക്കാർ ലോബിയും കൂടി ഈ നമ്മുടെ പാടശേഖരങ്ങളിൽ മണ്ണടിക്കുകയും തണ്ണീർത്തടങ്ങളിൽ മണ്ണടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 തൊണ്ടിയോടി ചെറുതനം പാടശേഖരത്തിലേക്ക് വെള്ളമെത്തുന്ന ഇരട്ടിയാനി തോട് സ്വകാര്യ വ്യക്തി 9 മീറ്റർ വീതിയുണ്ടായിരുന്ന തോടിനെ 4 മീറ്ററോളം തോടിലേക്ക് കയറ്റി കരിങ്കൽക്കെട്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഫലമായി തോട്ടിൽ നിന്ന് വെള്ളം കണ്ടത്തിലേക്ക് ഇരച്ച് കയറി കൃഷി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ശ്രീ സന്തോഷ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ വെളിച്ചത്തിൽ കൃഷി വകുപ്പിൻ്റെ സ്പെഷ്യൽ വിജിലൻസ് അന്വേഷണം നടത്തി ഇവ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലങ്ങളാണെന്ന് കണ്ടെത്തുകയും അഴിമതിക്ക് കൂട്ടുനിന്ന പാലാ കൃഷി ഓഫീസറായിരുന്ന ശ്രീകണ്ഠൻ SS സർക്കാർ അന്വേഷണ വിധേയമായി 18/7/2025 സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിൻ്റെ ഭാഗമായി റവന്യൂ ഡിവിഷണൽ ഓഫീസ് പാലായിൽ നിന്നും നൽകിയിട്ടുള്ള ഇത്തരം ഉത്തരവുകൾ യാതൊരു രേഖയും പരിശോധിക്കാതെയാണെന്നും നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണെന്നും അറിയാൻ സാധിച്ചു. മുൻഗണനാക്രമത്തിൽ അപേക്ഷകൾ പരിഗണിക്കണമെന്നിരിക്കെ പാലാ റവന്യൂ ഡിവിഷന് കീഴിൽ ഭൂമാഫിയകൾക്ക് വഴിപ്പെട്ട് അനധികൃതമായി നിലനിർത്തലിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ സന്തോഷിൻ്റെ നിരവധിയായ പരാതികളുടെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിൽ 2023 മുതൽ പാലാ റവന്യൂ ഡിവിഷന് നൽകിയിരിക്കുന്ന എല്ലാ അനുമതി ഉത്തരവുകളും പുനഃപരിശോധിക്കുന്നതിനും നിയമവിരുദ്ധമായ ഇത്തരം ഉത്തരവുകൾ റദ്ദാക്കുന്നതിനും ബഹുമാനപ്പെട്ട മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവായി. അതുകൂടാതെ അഴിമതി സംബന്ധിച്ച് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി സ്വീകരിക്കുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഇത് ഒരു കർഷകൻ്റെ വിജയം മാത്രമല്ല, സമൂഹത്തിൻ്റെ വിജയം കൂടിയാണ്.